ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ക്രിസ്മസ് റിലീസായിട്ട് മോളിവുഡിൽ നിന്നും അടുത്തയാഴ്ച തിയേറ്ററുകളിലേക്ക് എത്തുന്ന മറ്റൊരു വമ്പൻ മലയാളം സിനിമയാണല്ലോ ബറോസ. 3D സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഇപ്പോഴത്തെ സെൻസർ ചെയ്യപ്പെട്ടിരിക്കുകയാണ്. സിനിമയ്ക്ക് യു സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുകയാണ്. സെൻസർ ചെയ്തപ്പോൾ ഒരു കട്ട് പോലും സിനിമയ്ക്ക് വന്നിട്ടില്ല എന്നതാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഇനി വെറും 5 ദിവസങ്ങൾ മാത്രം തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട് ബാക്കിയുള്ള ബറോസ് എന്ന സിനിമയുടെ ഡ്യൂറേഷൻ റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ 3D ഫാന്റസി സിനിമയ്ക്ക് 2 മണിക്കൂർ 34 മിനിറ്റ് ദൈർഘ്യമുണ്ട് എന്നൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും ബറോസിന്റെ തിയേറ്റർ റിലീസിനായിട്ടും അടുത്ത ദിവസങ്ങളിൽ വരാനിരിക്കുന്ന സിനിമയുടെ ബുക്കിംഗ് ഉൾപ്പെടെയുള്ള അപ്ഡേറ്റുകൾ കേട്ടും നമുക്ക് കാത്തിരിക്കാം. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ 2 നിഭാഷ സിനിമകളുടെ കൂടി അപ്ഡേറ്റുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ഒരുപാട് പ്രേക്ഷകർ വിദേശത്ത് നിന്നും റിലീസിനായിട്ട് കാത്തിരുന്ന സിനിമയാണല്ലോ മുഫാസ ദി ലയൺ കിങ്. ചിത്രം ഇപ്പോഴത്തെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ത്യയിൽ തെലുഗു സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ മഹേഷ് ബാബുവിന്റെ ശബ്ദം കാരണം വലിയ വരവേൽപ്പ് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ പ്രതികരണങ്ങൾ പുറത്തു വരുമ്പോൾ പ്രതീക്ഷ അത്ര വേറെ ലെവൽ പോസിറ്റീവിലേക്ക് സിനിമയ്ക്ക് എത്തപ്പെടാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആവറേജ് മുതൽ പോസിറ്റീവ് വരെയുള്ള വിവിധ അഭിപ്രായങ്ങളാണ് നമുക്ക് ആദ്യ ദിവസം കൂടുതൽ പ്രേക്ഷകരിൽ നിന്ന് ഈ ഡിസ്നി സിനിമയുടേതായിട്ട് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ടെക്നിക്കലി മികച്ചു നിൽക്കുന്നു, മികച്ചൊരു എക്സ്പീരിയൻസ് തിയേറ്ററുകളിൽ സമ്മാനിക്കുന്നു എന്നൊരു അഭിപ്രായം കൂടി വന്ന സിനിമയുടെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. വെട്രിമാരന്റെ വിടുതലൈ പാർട്ട് 2 ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തി നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത് വിജയിച്ച വിടുതലൈ പാർട്ട് 1ന്റെ 2ാം ഭാഗമാണ് വിടുതലൈ പാർട്ട് 2. മോളിവുഡിൽ നിന്നും ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മാർക്കോയുടെ കേരളത്തിലെ ഒരു അഭിപ്രായം എന്താണോ അതുപോലെ തന്നെ ഒരു അഭിപ്രായമാണ് വിടുതലൈ പാർട്ട് 2 നേടിയെടുത്തിരിക്കുന്നത്. എങ്ങും വൻ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് വെട്രിമാരൻ സിനിമ നേടിയെടുത്തിരിക്കുന്നത്. വിജയ് സേതുപതി, സൂരി, മഞ്ജു വാര്യർ തുടങ്ങിയവർ അഭിനയിച്ച സിനിമ വെട്രിമാരന്റെ അടുത്ത ക്ലിയർ രാഷ്ട്രീയം പറയുന്ന സിനിമയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പൊളിറ്റിക്കൽ സോഷ്യോ ഡ്രാമ സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ആദ്യ ഭാഗത്തേക്കാൾ ഒരൽപ്പം കൂടുതൽ മികച്ച അഭിപ്രായങ്ങൾ 2ാം ഭാഗത്തിന് ലഭ്യമാകുന്നുണ്ടോ എന്നുകൂടി നാം സംശയിക്കുന്നു. സിനിമയുടെ ആദ്യ 30 മിനിറ്റിനും അവസാനത്തെ 30 മിനിറ്റിനും എല്ലാം തന്നെയാണ് വൻ പോസിറ്റീവ് ലഭ്യമായിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ അടുത്തൊരു തമിഴ് രാഷ്ട്രീയം പറയുന്ന സിനിമയ്ക്ക് കൂടി മികച്ച അഭിപ്രായങ്ങൾ ലഭ്യമായിരിക്കുകയാണ്. ഇനി നമ്മുടെ മലയാളത്തിലെ റൈഫിൾ ക്ലബ്ബ് എന്ന സിനിമയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ക്രിസ്മസ് റിലീസായിട്ട് എത്തിയ ആദ്യ മലയാളം പോസിറ്റീവ് ലഭ്യമായ സിനിമയാണല്ലോ ആഷിഖ് അബുവിന്റെ റൈഫിൾ ക്ലബ്ബ്. സിനിമയുടെ ആദ്യ ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പുറത്തു വരുമ്പോൾ പ്രതീക്ഷിച്ചതിനും അപ്പുറം സിനിമ വേൾഡ് വൈഡ് ഗ്രോസ് നേടിയെടുത്തിരിക്കുകയാണ്. കേരളത്തിൽ ഇന്നലെ രാത്രി വൈകിയും മികച്ചൊരു ഷോ കൗണ്ടും ഹൗസ്ഫുൾ ഷോസ് എല്ലാം തന്നെ നേടിയെടുത്ത സിനിമ 1,26,00,000 കേരളത്തിൽ ആദ്യ ദിവസം ഗ്രോസ് ആയിട്ട് നേടിയെടുത്തപ്പോൾ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് ആദ്യ ദിവസം 2,20,00,000 എന്ന മികച്ച കളക്ഷനിലേക്ക് സിനിമ എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തെ ഉൾപ്പെടെയുള്ള സിനിമയുടെ ട്രാക്കിംഗ് ഉൾപ്പെടെയുള്ള എസ്റ്റിമേറ്റ് കളക്ഷൻ അറിയാനായിട്ട് കാത്തിരിക്കൂ.